അതെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സ്പൈസി ഗീ മട്ടനാണ്. നെയ്യിൽ സ്പൈസസ് ഒക്കെ മുരിഞ്ഞു വരുമ്പോഴുള്ള ആ മട്ടൻ കറിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാനാവില്ല. ഇത് ഗീ റൈസ്, ഗാർലിക് റൈസ്, ഫ്രൈഡ് റൈസ്, അപ്പം, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇത് 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. 2.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 2 സബോള, 5-6 ചെറിയുള്ളി, 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് വെളുത്തുള്ളിയുടെ 1/4 ഭാഗം ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സബോള നീളത്തിൽ തിന്നായി സ്ലൈസ് ചെയ്തു. അഡീഷണലായിട്ട് 5-6 പച്ചമുളക് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ചെറുള്ളി എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കി വന്ന വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലേക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ ഐറ്റംസും അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. കറിയിൽ ചേർക്കാനുള്ളത് എടുത്തു വെക്കാം. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒക്കെയാണ്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി എടുത്തു വയ്ക്കുകയാണ്. ഇനി ഈ പൊടികളെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി വെക്കാം. നെയ്യിൽ വഴറ്റാനിട്ട സവോളയും ഇഞ്ചിയും എല്ലാം ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ആ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നെയ്യിൽ മൂത്ത് നല്ല മണം വരുമ്പോൾ മട്ടൺ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് പോരാത്തതുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ ക്ലോസ് ചെയ്ത് ഒരു 6-8 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ചില മട്ടൺ പെട്ടെന്ന് വേവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 4 വിസിലൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുന്നത് നന്നായിരിക്കും. ഇത് 8 വിസിൽ വേണ്ടി വന്നു വേവാനായിട്ട്. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കറി നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.